ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ തുടർച്ചയായിട്ടുള്ള 21 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാം ആദ്യ n ഒറ്റ സംഖ്യ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ആദ്യ n ഒറ്റ സംഖ്യ. അപ്പം ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1, 3, 5, 7 അങ്ങനെ എത്ര വരാണ്? 21 വരാണ്. അപ്പം ആദ്യ n ഒറ്റ സംഖ്യകളുടെ എന്താണ് തുക എന്ന് പറയുന്നത് എത്രയാണ്? n² ആണ്. ഇവിടെ നമുക്കറിയാം n എന്ന് പറയുന്നത് 21 ആണ്. n എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 21 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 21ന്റെ സ്ക്വയർ ആണ്. എന്താണ്? 21ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 21ന്റെ സ്ക്വയർ എത്രയാണ്? 441 ആണ്. 441 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ തുടർച്ചയായി 21 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എങ്ങനെയാണ് ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നത്? ഓഡ് നമ്പേഴ്സ് ആണ് ഒറ്റ സംഖ്യ. അപ്പം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 21 ആണ്. 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്. 441 ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1000 അല്ലെ? 1000ത്തിന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാവും? 1000ത്തിന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ഉത്തരം എഴുതാം. 1000ത്തിന്റെ വർഗം എന്ന് പറയുമ്പോൾ 1000ത്തിന്റെ സ്ക്വയർ ഈ 1000ത്തിന്റെ സ്ക്വയർ എടുക്കുമ്പം ഈ 1 കഴിഞ്ഞ് ഉത്തരം 1 1000ത്തിന്റെ സ്ക്വയർ കിട്ടില്ല. അതിനകത്ത് 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാവും? അപ്പൊ 1000ത്തിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1000 × 1000 ആണ് അല്ലേ? അപ്പം 1 അതുപോലെ എഴുതി ബാക്കി പൂജ്യങ്ങൾ ഇടുക. ഇവിടുത്തെ 3 0, ഇവിടുത്തെ 3 0. അങ്ങനെ മൊത്തത്തിൽ എത്ര 0 ഉണ്ട്? 6 0 ഉണ്ട്. എന്താണ്? 6 0 ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ. 1000ത്തിന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാവും? 1000ത്തിന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് 6 0 ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 90 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 സെക്കൻഡിൽ എത്ര ദൂരം ഓടും? ഇവിടെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ വേഗത സ്പീഡ് എന്ന് പറയുന്ന 90 km/h ആണ് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 സെക്കൻഡിൽ എത്ര ദൂരം ഓടുമെന്ന. അപ്പൊ ഇവിടെ 90 km/h m/s ആക്കണം. അപ്പൊ km/h m/s ആക്കാൻ എന്ത് ചെയ്യണം? × 5/18 ആണ്. ഇവിടെ 90 × എന്താണ്? 5/18 ചെയ്യണം. 90 × 5/18 ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പം 18 കൊണ്ട് 90നെ വെട്ടാം. എങ്ങനെ വെട്ടാം? 18 5s ആണ് 90. അപ്പൊ 5 × 5 എത്ര കിട്ടും? 25 m/s ആണ്. മനസ്സിലായോ? km/h m/s ആക്കാം. × 5/18. അപ്പൊ 90 × 5/18. അപ്പൊ ഇവിടെ 18 കൊണ്ട് 90നെ വെട്ടി 5 × 5 25. ഇവിടെ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് 25 m/s കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കാണണം. സ്പീഡ് എത്ര? 25 m/s × ടൈം എത്ര? 1 സെക്കൻഡ്. നമുക്ക് കിട്ടുന്ന എത്രയാണ്? 25 മീറ്റർ ആണ്. 25 മീറ്റർ ആണ് അല്ലെ? 25 ഡിസ്റ്റൻസ് = സ്പീഡ് × ടൈം. അപ്പൊ 25 മീറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും വരെ മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അല്ലേ? അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന സംഖ്യയില്ലേ, ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽസിയം കാണുക. തന്നിരിക്കുന്ന സംഖ്യകളുടെ എന്താണ്? എൽസിയം കാണുക. എൽസിയം കാണുക ആറിൻ്റെ 6, 8, 10 എന്നീ സംഖ്യകളുടെ എൽസിയം കാണുക. അപ്പം ആദ്യം 2 തൊട്ട് നോക്കാം. 3, 4, 2 ഇൻറ്റു 4 8 അല്ലേ? ഇനി 2 കൊണ്ട് 10നെ 5. ഇനി ഇതിൻ്റെ എൽസിയം കാണുന്നതാണ്. ഇത് വീണ്ടും വേണമെങ്കിൽ ചെയ്യാം, 2 കൊണ്ട് ചെയ്യാം. 3, 2, 5. വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്തോ 2 കൊണ്ട് 3, 1, 5. അപ്പം ഇതിൻ്റെ എൽസിയം എങ്ങനെ കാണുന്നത്? എൽസിയം കാണാനായിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 5 എത്രയാണ്? 40. 40 ഇൻറ്റു 3 എത്ര വരും? 120 എന്ന് വരും. എത്രയാണ്? 120. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 120 ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇങ്ങനെ 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽസിയം കാണുക. എൽസിയം കാണുന്ന രീതി മനസ്സിലായിട്ടുണ്ടല്ലോ. എൽസിയം കാണുന്ന രീതി മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അത് മായ്ച്ചു കളയട്ടെ. അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? ഓക്കെ, 3:4:5:6:8 ഇവിടെ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ 3:4:5 ഇത് അതേപോലെ എഴുതുക. പിന്നെന്താണ് പറയുന്നത്? 6:8 ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3:4:5 അതേപോലെ 6:8 ഇവിടെ ഡാഷ് ആണ്. ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 3:, അപ്പം ഇവിടെ ഇത് ക്രോസ് ചെയ്താൽ, ഇവിടെ ക്രോസ് ചെയ്ത് നോക്കുക. ഇവിടെ 3ഉം 6ഉം, 3ഉം 6ഉം, അതേപോലെ 4ഉം 8ഉം, 4ഉം 8ഉം, അതേകൂട്ട് തന്നെ 5ഉം എത്രയുമാണ്. അപ്പം 3ന്റെ ഇരട്ടിയല്ലേ 6? 3ന്റെ കൂടെ ഈ 6, 3ന്റെ സ്ഥാനത്ത് 6, 4ന്റെ സ്ഥാനത്ത് 8, 5ന്റെ സ്ഥാനത്ത് എന്ത് വരും? അപ്പൊ 3 എങ്ങനെ 6 ആയി? 3നെ ഇരട്ടിയാണ്, 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 6 ആയി. അതേപോലെ 4 എങ്ങനെ 8 ആയി? 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 8 ആയി. അതേപോലെ 5ന്റെ സ്ഥാനത്ത് അപ്പം 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ എത്ര വരും? 10 വരും. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ 10 ഇവിടുത്തെ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 10 ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിനു മുന്നേ ഇതൊന്ന് വായിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കി. 2 സംഖ്യകളുടെ ലസാഗു എൽസിയമാണ്. 2 സംഖ്യകളുടെ ലസാഗു എൽസിയം തന്നിട്ടുണ്ട്. എന്ത്? 300. ഉസാഗു എന്ന് പറഞ്ഞാൽ എന്താണ്? HCF ആണ്. HCF തന്നിട്ടുണ്ട് 10. അതുപോലെ തന്നെ ഒരു സംഖ്യയും തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു സംഖ്യ 60. ഇതൊരു ഫോർമുലയുണ്ട്. അതായത് LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്, അല്ലേ? ഇവിടെ LCM തന്നിട്ടുണ്ട്. 300. HCF തന്നിട്ടുണ്ടോ?
HCF തന്നിട്ടുണ്ട്. HCF തന്നിട്ടുണ്ട് 10. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, അതിനകത്ത് 60 തന്നിട്ടുണ്ട്. വേറൊരു നമ്പർ നമുക്ക് അറിയില്ല, അതിനെ എക്സ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ട, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ 300 × 10 അതേപോലെ എഴുതുക. എന്നിട്ട് എക്സിനെ അവിടെ ഇട്ടിട്ട് 60നെ അടിയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇത് തമ്മിൽ വെട്ടുക. ഓക്കെ, 5 6 അല്ലേ 30. ഇവിടെ എത്ര വരും? 50 വരും. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ, 2 നമ്പേഴ്സ്, ഒരു നമ്പർ 60 അപ്പം മറ്റേ നമ്പർ എത്ര ആണ്? മറ്റേ നമ്പർ 50 അല്ലേ? മറ്റേ നമ്പർ 50. അപ്പം 50 നമ്മുടെ ഇവിടുത്തെ ആൻസർ. അപ്പൊ LCM × HCF എന്ന് പറയുന്ന 2 നമ്പറിന്റെ പ്രോഡക്റ്റ് ആണ്, ഗുണിതങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു നമ്പർ തന്ന് ചില സമയത്ത് LCM തരും, ചില സമയത്ത് HCF തരും, ചില സമയത്ത് ഏതെങ്കിലും ഒരു നമ്പർ തരും, ചില സമയത്ത് നമുക്ക് HCF ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വായിച്ചു കളഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? 1/8 പ്ലസ് 1/9 = 1/x ആയാൽ ഇവിടെ നമുക്ക് എക്സിന്റെ വിലയാണ് കാണേണ്ടത്. എക്സിന്റെ വിലയാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. ഇവിടെ എങ്ങനെ ഇത് കാണും? ഇവിടെ നമുക്ക് ഇതിന്റെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 8 × 9, അതായത് ക്രോസ് ചെയ്യുക. 1 × 9 പ്ലസ് 1 × 8. 9 8s എന്താണ്? 72 ആണ്. = 1/x. ഓക്കെ, 1 × 9 എന്താണ്? 9 ആണ്. 1 × 8 എന്താണ്? 8 ആണ്. ബൈ 72 = 1/x. അപ്പം 9 8 എത്രയാണ്? 17 ബൈ 72 ആണ് 1/x. നമുക്ക് കാണേണ്ടത് എക്സ് ആണ്. എക്സ് കാണുമ്പം ഇത് മുകളിൽ വരും. അപ്പൊ ഈ 72 മുകളിൽ വരണം, 17 താഴെ വരണം. അതേപോലെ ഇവിടുത്തെ എക്സ് മുകളിൽ വരണം, എക്സ് അല്ലേ? ഇപ്പം നമുക്ക് 1/x ആണ് 17 അതായത് ഇപ്പം മനസ്സിലാവാത്തവർക്ക് പറയും, ഇപ്പം 1/x എന്ന് പറയുന്നത് 1/2 ആണെന്ന് വെച്ചു, ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണെങ്കിൽ തിരിച്ചിട്ടാൽ മതി, 2/1 ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതേപോലെ ഉള്ളു ഇവിടെ 1/x 17/72 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ 72/17 ആണ്. ആൻസർ എത്ര ആണ്? 72/17 ആണ്. 72/17 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ ഇതാണ് ആൻസർ, 72/17 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് √x പ്ലസ് √64. √x പ്ലസ് √64 എന്ന് പറയുന്നത് 9.1 ആണ്. 9 ആയാൽ ഇവിടെ എക്സിന്റെ വിലയാണ് കാണേണ്ടത്. എക്സിന്റെ വിലയാണ് കാണേണ്ടത്. അപ്പൊ √x പ്ലസ് √64, 64ന്റെ റൂട്ട് എത്ര? 8 ആണ്. അതാണ് 9.1.
ഇനി നമുക്ക് റൂട്ട് എക്സ് അല്ലേ കാണണം. റൂട്ട് എക്സ് ഇസിക്കൽ ടു ഈ 9.1 നിന്നും ഈ 8 കുറയ്ക്കുക അല്ലേ. അപ്പം റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 9.1 നിന്ന് 8 കുറയ്ക്കുമ്പോൾ 1.1 എന്ന് കിട്ടും. 1.1 എന്ന് കിട്ടും. നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പം നമുക്കറിയാം റൂട്ട് എക്സ് ഇസിക്കൽ ടു 1.1. അപ്പം ഇതിൻ്റെ റൂട്ട് മാറ്റാൻ ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. അതായത് റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ അതെന്തായി മാറും? എക്സ് ആയി മാറും. അതായത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ലേ. അപ്പം ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് ഇസിക്കൽ ടു 1.1 അല്ലേ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയും സ്ക്വയർ ചെയ്യണം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യണം. അപ്പോൾ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്തായി മാറും? എക്സ് ആയി മാറും. 1.1നെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ 1.1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 11 അല്ലേ. 11ൻ്റെ സ്ക്വയറാ. 11ൻ്റെ സ്ക്വയർ എന്താണ്? 121 ആണ്. എന്നിട്ട് ഇവിടെ 2 സ്ക്വയർ ആയതുകൊണ്ട് 2 സ്ഥാനം, ഇപ്പോൾ ഒരു സ്ഥാനം മാറ്റിയാണ് കുത്തിട്ടേക്കുന്നത്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ 1.21 ആയി. അപ്പോൾ ഇവിടെ എന്തായി മാറി? 1.21 എന്നായി. ഇതിനകത്ത് ഇവിടെ ഡൗട്ട് വരുന്നത് നമുക്ക് എക്സ് ആണ് കാണേണ്ടത്, ഈ റൂട്ട് എക്സ് എങ്ങനെ എക്സ് ആയെന്ന്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് വെച്ചാൽ എന്താണ്? 3 ആണ്. അതേപോലെ തന്നെ റൂട്ട് എക്സിന് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആയി, അതെന്തായി? എക്സ് ആയി. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1.21 ആണ്. 1.21 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 10:10 102 എന്ന് എഴുതിയേക്കുന്നു. അങ്ങനെയാണെങ്കിൽ 20നെ എങ്ങനെ എഴുതുമെന്ന്. 10നെ 102 എന്ന് എഴുതി, അങ്ങനെയാണെങ്കിൽ 20നെ എങ്ങനെ എഴുതുക? 10 ആയി ബന്ധപ്പെട്ട് നോക്കിയേ. 10നെ 100നോട് അടുപ്പിച്ചാക്കാൻ 10ൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ. അപ്പം എത്ര കിട്ടും? 100 കിട്ടും. ഈ 100ൻ്റെ കൂടെ എന്ത് കൂട്ടിയേക്കുന്നു? ഒരു 2 കൂട്ടിയേക്കുന്നു. അങ്ങനെയാണ് 102 വന്നത്. അതേപോലെ ഇവിടെ 20ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുക, 400 ആണ്. അപ്പം 400ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു 2 കൂട്ടുക, 402 ഓപ്ഷനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ 402 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.25 ഇൻറ്റു 1.25 മൈനസ് 1.25 ഇൻറ്റു 1.25 അല്ലേ. 1.25 ഇൻറ്റു 1.25 മൈനസ് 2 ഇൻറ്റു 1.25 ഇൻറ്റു 0.25 ഇൻറ്റു 0.25 അല്ല, ഇവിടെ എന്തോ തെറ്റിയിട്ടുണ്ട്. 1.25 ഇൻറ്റു 1.25 മൈനസ് 2 ഇൻറ്റു 1.25 ഇൻറ്റു 0.25 പ്ലസ് 0.25 ഇൻറ്റു 0.25. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ.
എ സ്ക്വയർ 1.25 ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്? 0.25 ആണ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലയോ? അപ്പം എ മൈനസ് ബി ദ, അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 1.25ഉം ബി എന്ന് പറയുന്നത് 0.25ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ കാണുക. 1.25 മൈനസ് 0.25 ദ ഹോൾ സ്ക്വയർ. 1.25 മൈനസ് 0.25. 1.25 0.25 കുറയ്ക്കുക. കാണുമ്പോൾ തന്നെ അറിയാം ഈ 0.25ഉം 0.25ഉം പോയി കഴിഞ്ഞാൽ 1 ഉള്ളു അല്ലേ? 1 സ്ക്വയർ ആണ് ആൻസർ 1. ഇവിടെയും 1 ആണ് ആൻസർ. ആൻസർ എന്താണ്? 1 ആണ്. ഇവിടെയും ഡൗട്ടായിട്ടിരിക്കുന്നവരുണ്ട്. 1.25 നമുക്ക് 1.25ൽ നിന്നും 0.25 മൈനസ് ചെയ്തു. എന്താണ്? ഇവിടെ എല്ലാം 0 വന്നു 1. ആ 1 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ഒരു റേഡിയോ 20% ലാഭത്തിനാണ് 720 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം 20% ലാഭത്തിനാണ് 720 രൂപയ്ക്ക് വിൽക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കാണണം. അപ്പം 120 ആണ്. അതായത് നമ്മളിപ്പോൾ 20%, ഒരു റേഡിയോ 20% ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുക? 100-നകത്ത് വെച്ച് കണക്കാക്കുക. 20% ലാഭം 120 ആണ് 720 എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100-ന് പറയുക. 100 എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു, സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് കാണണം. അപ്പോൾ 20% ലാഭം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും 120. അപ്പം 40% ലാഭത്തിനെന്ന് പറയുകയാണെങ്കിൽ 140. 50% ലാഭം എന്ന് പറയുമ്പോൾ 150. അപ്പം 120 ആണ് ഇവിടെ. 120 720 ആണെങ്കിൽ 100 എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ്? 720 ഇൻറ്റു 100 ക്ലോസ് ചെയ്യുക ബൈ എന്താണ്? 120 ബൈ ഈ 120. 0 വെട്ടി 12 6 72. അപ്പം ഇവിടെ 60 × 10 എത്രയായി? 600 ആണ്. ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 600 ആണ്. ഇവിടുത്തെ ഉത്തരം 600 ആണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 600 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തേക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി.